ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരാളെ കണ്ടു. അദ്ദേഹം കരയുകയായിരുന്നു. മുഖത്ത് വേദന, കണ്ണുകളിൽ കണ്ണീർ, ഹൃദയത്തിൽ തീ. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മകനുണ്ടായിരുന്നു. അവനെ ഞാൻ വലിയ വിദ്യാഭ്യാസം നൽകി, വലിയ സ്കൂളിൽ പഠിപ്പിച്ചു, വലിയ കോളേജിൽ പഠിപ്പിച്ചു. അവനെ ഒരു IAS ഓഫീസറാക്കി. എൻ്റെ സ്വപ്നം, എൻ്റെ അഭിമാനം, എൻ്റെ സന്തോഷം. പക്ഷേ ഒരു ദിവസം അവന് പനി ബാധിച്ചു. അവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, വലിയ ഡോക്ടർമാർ, വലിയ ചികിത്സ. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ കൈയൊഴിഞ്ഞിരിക്കുന്നു. അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഞാൻ മകൻ്റെ അടുത്തേക്ക് പോയി. അവൻ്റെ കൈ പിടിച്ചു. ഞാൻ ചോദിച്ചു, മോനെ, നിന്റെ അവസാന ആഗ്രഹം എന്താണ്? അവൻ പറഞ്ഞു, ഉപ്പച്ചി, എൻ്റെ എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും ഒന്ന് കാണണം. ഞാൻ ഓടി. എല്ലാ ഫയലുകളും എടുത്തു. സ്കൂൾ സർട്ടിഫിക്കറ്റ്, കോളേജ് സർട്ടിഫിക്കറ്റ്, IAS സർട്ടിഫിക്കറ്റ്, അച്ചീവ്മെൻ്റ് അവാർഡ് എല്ലാം അവൻ്റെ മുന്നിൽ വെച്ചു. ശേഷം കരഞ്ഞു, ഉപ്പച്ചി, ഇതെല്ലാം ഈ ലോകത്തിലെ ജോലി, പണം, പദവി, ആഡംബരം ഇവയ്ക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ്. എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ എനിക്ക് വേണ്ട യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ഇതിലൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അതെന്താണ് മോനെ? അവൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചില്ല, പ്രവാചകനെക്കുറിച്ച് പഠിപ്പിച്ചില്ല, ഇസ്ലാം പഠിപ്പിച്ചില്ല, നിസ്കരിക്കാൻ പഠിപ്പിച്ചില്ല, ദുആ പഠിപ്പിച്ചില്ല, അള്ളാഹുവിനെ അറിയിച്ചില്ല. ഞാൻ വെറും കൈയോടെയല്ലേ പോകുന്നത് ഉപ്പച്ചി? അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കും? അവൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ മറുപടി പറയും? ആ പിതാവ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി. ഞാൻ ജീവിതം മുഴുവൻ അവന് ലോകം കൊടുത്തു, പക്ഷേ ആഖിറത്തിനൊന്നും കൊടുത്തില്ല. എനിക്ക് ബോധം വന്നപ്പോൾ സമയം കഴിഞ്ഞിരുന്നു. മാതാപിതാക്കളെ, നമ്മളും ചിന്തിക്കണം. മക്കൾക്ക് ട്യൂഷൻ കൊടുക്കുന്നു, കോച്ചിങ് കൊടുക്കുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു. പക്ഷേ നിസ്കാരം പഠിപ്പിച്ചോ? ഫാത്തിഹ മനപ്പാഠമുണ്ടോ? ഖുർആൻ വായിക്കാൻ അറിയാമോ? പ്രവാചകനെ അറിയാമോ? ഹലാൽ ഹറാം അറിയാമോ? ഈ ലോകത്തിലെ സർട്ടിഫിക്കറ്റ് ഖബറിലേക്ക് വരില്ല. ജോബ് ലെറ്റർ, ബാങ്ക് ബാലൻസ്, റാങ്ക്, പൊസിഷൻ ഒന്നും കൂടെ വരില്ല. കൂടെ വരുന്നത് ഈമാൻ,